ഇപ്പോൾ ഈ പുതിയ ചില ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അത് ഇവിടെ ഉണ്ടായ ആക്രമണത്തിന്റെ ആണ് റഹീസ്. നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ ഇപ്പോൾ റഹീസ് നൽകിയ ദൃശ്യങ്ങൾ. ഉന്മേഷ്, അതാണ് ഈ പാം ജുമൈറയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് സ്ഥിരീകരിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. 4 പേർക്കാണ് അവിടെ പരിക്കേറ്റിരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടി വരും. പാം ജുമൈറയിലെ ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ഈ അപകടമുണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എമർജൻസി റെസ്പോൺസ് ടീം അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ ആ സ്ഥലം സെക്യൂർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. 4 പേർക്ക് ചെറിയ പരിക്കുകളാണ് പറ്റിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇവരെ വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനം ഇവിടുത്തെ ആളുകളുടെ സുരക്ഷയാണെന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുകൂടി പോലീസ് ഉൾപ്പെടെ അറിയിക്കുകയാണ്. എന്തായാലും നിലവിൽ പാം ജുമൈറയിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. ഈ ഇന്ത്യൻ മിഷൻസും UAE-യുമായി ഇന്ത്യൻ അതോറിറ്റികളും ഇപ്പോൾ ടച്ചിലുണ്ട്. ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് സർക്കാരുമായി നിരന്തരം അവർ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിലൂടെ ഓരോരുത്തരെയും സുരക്ഷിതരാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും ഒടുവിലായി പറയേണ്ടി വരും. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ഖത്തറിലൊരു റിമോട്ട് ലേണിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 2 ദിവസത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കില്ല എന്നുള്ള വിവരം ഏറ്റവും പുതുതായി വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ, അതിൽ ദുബായിലെ ഈ ഒരു തീപിടുത്തമാണ് ഏറ്റവും പ്രധാനം. കാരണം ഏതെങ്കിലും സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന ജനവാസ മേഖലയിൽ ഈ UAE-യിൽ അപകടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഈ പാം ജുമൈറയിൽ ഇപ്പോൾ ഉണ്ടായ അപകടമാണ്. അവിടെ തീപിടുത്തത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ 4 പേരുടെ ആർക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് അവിടേക്ക് എത്തിയിരിക്കുന്നു. ആ തീ വരുന്ന ദൃശ്യങ്ങളൊക്കെയും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലേക്ക് ഈ ഒരു ആക്രമണം കടക്കുകയാണ്. അപ്പോഴാണ് ഈ ചർച്ചകൾ വളരെ പ്രധാനമായി വരുന്നത്. ഇന്ന് രാത്രി വളരെ നിർണായകമായി മാറുമ്പോൾ ആ രാത്രിയിൽ ഏറ്റവും കുറച്ച് അപകടങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകാൻ, അതിനപ്പുറത്തേക്ക് ഈ കാഷ്വാലിറ്റികളൊക്കെയും കുറയ്ക്കാൻ ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അതായത് അറബ് ഈ പറയുന്ന ഈ GCC രാജ്യങ്ങളൊക്കെയും ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ GCC രാജ്യങ്ങൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയ കൂട്ടായ്മ, ആ ഓർഗനൈസേഷൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ തങ്ങളുടെ മേഖലകളിലൂടെ ആരും ആക്രമണം നടത്തരുത് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വ്യക്തമാണ് അവരുടെ നിലപാട് എന്താണെന്ന്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് UAE-യിലെ പല മേഖലകളിലേക്കും വ്യാപിക്കുന്നു. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.